മറയൂർ പഞ്ചായത്തിൽ ലൈഫ് മിഷൻ ആവാസ് യോജന പദ്ധതിയിലും അഴിമതി ആരോപിച്ച് ഇന്ന് CPM മറയൂർ പഞ്ചായത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ലൈഫ് മിഷനിൽ വീട് കിട്ടിയവർക്ക് വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണെന്നും ലൈഫ് പദ്ധതിയിൽ പാവങ്ങൾക്ക് വീട്ടു നമ്പരും പെർമിറ്റും കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നും സമൂഹത്തിലെ ഉന്നതർക്ക് യാതൊരു നടപടികളും കൂടാതെ പെർമിറ്റ് യഥാഇഷ്ടം കൊടുക്കുന്നുണ്ടെന്നും ആരോപിച്ചായിരുന്നു CPMന്റെ ശക്തമായ പ്രതിഷേധം. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ. ഇപ്പോൾ ഈ സമരം പെട്ടെന്ന് നടത്താനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഇവിടെ PMAY പദ്ധതി അതിന്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തയ്യാറാക്കിയ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ 2017 ലൈഫ് ലിസ്റ്റിൻ്റെ അകത്ത് വീട് കൊടുത്ത് അതിൻ്റെ പൂർണ്ണമായ തുകയും കൈമാറി ആ വീട് വിറ്റ ആൾക്ക് വീണ്ടും PMAY പദ്ധതിക്കകത്ത് ഗുണഭോക്താവായി തെരഞ്ഞു വച്ചിരിക്കുകയാണ്. അവരെ എഗ്രിമെന്റ് വെക്കാൻ വേണ്ടി പേപ്പറും അതിന് ആവശ്യമായിട്ടുള്ള രേഖകളുമായി വരാൻ ഗ്രാമസേവകൻ അറിയിപ്പ് കൊടുത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ഗ്രാമസേവകനെ കണ്ട് ഈ തട്ടിപ്പ് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വിവിധ സർക്കാർ ആനുകൂല്യങ്ങളിൽ കൈപ്പറ്റി ഇവിടെ ഭവന പദ്ധതിയുടെ ഗുണഭോക്താവായി തിരഞ്ഞെടുത്ത് വീട് നിർമ്മാണം നടത്തി ആ വീട് വിറ്റ ആളുകൾക്ക് രാഷ്ട്രീയം, കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഉണ്ട് എന്ന കാരണത്തോട് മാത്രം, ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ലൈഫിന്റെ അകത്ത് അനധികൃതമായി ലൈഫിന്റെ അകത്ത് ആളുകൾക്ക് വീട് ഗുണഭോക്താക്കൾ കൊടുക്കുകയാണ്. ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി ഉന്നയിച്ച ഒരു കാര്യം, മറയൂർ പഞ്ചായത്തിലെ ആദിവാസി മേഖലകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്നും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗമുള്ള സ്ഥലമാണ്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നുകൊണ്ടാണ് ലൈഫ് പദ്ധതി നടപ്പാക്കിയത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു ലൈഫ് പദ്ധതി അഴിമതിയാണ്, ഞങ്ങൾ വന്നാൽ അത് നടപ്പാക്കില്ല. 364 പേർക്കാണ് 1-ാം വാർഡിലും 2-ാം വാർഡിലും ലൈഫ് പദ്ധതിക്കകത്ത് ഇവിടെ വീടിന്റെ നിർമ്മാണം നടന്നുകൊണ്ട് പൂർത്തീകരിച്ചൊക്കെ ഇരിക്കുന്നത്. ആ 364 വീട് ഞങ്ങൾ കോൺഗ്രസിന്റെ പഞ്ചായത്താണ് മറയൂർ, അതുകൊണ്ട് ലൈഫ് പദ്ധതി മറയൂർക്ക് വേണ്ടാന്ന് വെച്ചില്ലല്ലോ. കോൺഗ്രസിനെ മാത്രം ജയിപ്പിക്കുന്ന വാർഡാണ് മറയൂരിലെ 2-ാം വാർഡ്. അവിടെ 180 ആളുകൾക്ക് ഗുണഭോക്താക്കൾക്ക് വീട് കൊടുക്കും എന്ന് പറഞ്ഞപ്പോ അത് പാടില്ല എന്ന് LDFന്റെ ജനപ്രതിനിധികൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് തലചായ്ക്കാൻ ഇടമില്ലാത്ത മുഴുവൻ ആളുകൾക്കും തലചായ്ക്കാൻ വീട് വെച്ചു കൊടുക്കണം എന്നതാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട്. അതിന് വിരുദ്ധമായ ഒരു സമീപനം ഞങ്ങൾ സ്വീകരിക്കില്ല. മറയൂർ പഞ്ചായത്തിൽ 364 ആളുകൾക്ക് വീട് കൊടുക്കാൻ വേണ്ടി ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തു. പട്ടികവർഗ വകുപ്പ് അവിടെ നെല്ലിപ്പെട്ടിക്കുടിയിൽ ആദിവാസി ചെറുപ്പക്കാരെയും കൂട്ടി അവർക്ക് വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പരിശീലന പരിപാടി നൽകി. അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ മെറ്റീരിയൽസ് അവർക്ക് കൊടുത്തു. പെയിന്റ് അടിക്കാൻ പഠിപ്പിച്ചു. കൊലശേഖരം പിടിച്ച് എങ്ങനെയാണ് വീട് തേക്കേണ്ടതെന്ന് പഠിപ്പിച്ചു. അതിനാവശ്യമായ മുഴുവൻ മെറ്റീരിയൽസും കൊടുത്തു. അവർക്ക് കോൺക്രീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ കോൺക്രീറ്റ് മിക്സർ മെഷീൻ കൊടുത്തു. ആ പദ്ധതി പ്രകാരം ചെറുപ്പക്കാരുടെ ഒരു ടീം 15 ആദിവാസി വീടുകളുടെ കോൺട്രാക്ട് എടുത്ത് ഗുണഭോക്താക്കളുടെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി. ആ വീടുകളുടെ സ്റ്റേജ് വൈസ് ആയിട്ടുള്ള റിപ്പോർട്ട്, പൂർത്തീകരിച്ച റിപ്പോർട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഗ്രാമസേവകൻ അവർക്ക് ഫണ്ട് മാറ്റി കൊടുക്കില്ല. ഇവിടെ സൂചിപ്പിച്ചാണ് കാരണം, ആദിവാസി വിഭാഗത്തിലെ ചെറുപ്പക്കാർ നെല്ലിപ്പെട്ടിക്കുടിയിൽ സ്വന്തമായി നിർമ്മിക്കുന്ന വീടിനും അവർ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിലെ പരിശീലനം സിദ്ധിച്ച ചെറുപ്പക്കാർ പണി പൂർത്തിയാക്കി കൊടുക്കുന്ന വീടുകൾക്കും ഇവിടുത്തെ ഗ്രാമസേവകൻ ഫണ്ട് മാറ്റി കൊടുക്കില്ല. കാരണം
ബാക്കി 364 വീടുകളിൽ ബാക്കി വീടുകളുടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കരാറുകാരാണ്. ആ കരാറുകാർ ഞങ്ങളോട് തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, 25,000 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഈ വീടിന്റെ കരാർ ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. അങ്ങനെ പണം കൊടുത്തിട്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഗ്രാമസേവകന്റെ അടുത്ത് പോയി. അവർ പറഞ്ഞാൽ മാത്രമേ ഗ്രാമസേവകൻ ഇതിന്റെ ഇന്ത്യൻ സ്റ്റേറ്റ് ബാങ്കിലേക്ക് കൊടുക്കൂ. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ബില്ല് മാറി കിട്ടൂ. അപ്പൊ ഞങ്ങൾ 2 ആളുടെ ആവശ്യത്തിന് വേണ്ടി ഗ്രാമസേവൻ എടുത്തു പോയി. അപ്പൊ ഗ്രാമസേവനോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ പോവാണ്, നിങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന 4 പേരുടെ സ്റ്റേജ് സർട്ടിഫിക്കറ്റ് തന്നിട്ട് 2 മാസമായി, പൈസ കയറ്റി വിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകില്ല. അപ്പോ 2 മണിക്കൂർ കൊണ്ട് അവരുടെ അക്കൗണ്ടിൽ പണം കയറി. എന്തുകൊണ്ടാണ് പണം കയറ്റി വിടാഞ്ഞത്? പണം കയറ്റി വിടാഞ്ഞത് ഗ്രാമസേവകന്റെ ഓഫീസിൽ അവിടെ കൈക്കൂലി വാങ്ങാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആളെ പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് ആ പൈസ കയറ്റി വിടാഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വന്തമായി വീട് നിർമ്മാണം നടത്താൻ പഞ്ചായത്ത് തടസ്സം നിൽക്കരുത്. നിങ്ങൾ കരാറുകാരെ ഏൽപ്പിച്ചു കൊടുക്കരുത്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഊഞ്ചമ്പാറക്കുടിയിൽ 3 സ്റ്റേജിന്റെ പൂർണ്ണമായിട്ടുള്ള ബില്ല് മാറി. തറ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അതിന്റെ ഭിത്തി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ 2 വീടിന്റെയും ബില്ല് എങ്ങനെയാണ് ഗ്രാമസേവകൻ മാറിക്കൊടുത്തത്? അപ്പൊ ഗ്രാമസേവകൻ പണം വാങ്ങിയിട്ട് ഈ ബില്ലിന്റെ സ്റ്റേജ് വൈസ് നോക്കാതെ പണി പൂർത്തീകരിച്ച വേറെ വീടിന്റെ മുമ്പിൽ നിർത്തി അവരുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഗ്രാമസേവന്റെ ഓഫീസിൽ കൊടുത്ത് ബില്ല് മാറിയിരിക്കുകയാണ്. അപ്പൊ വിജിലൻസ് അത് ഇവിടെ വന്ന് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കൊള്ള ആദിവാസി കുടികളിൽ 300 വീടുകൾക്ക് 25,000 രൂപ വെച്ച് കൂട്ടിയാൽ എത്ര കാശായി? എത്ര കോടി രൂപയാണ് കോൺഗ്രസ് ഇതിന്റെ ഭാഗമായി ഇതിന്റെ നേതാക്കന്മാർ പിരിച്ചത്? അപ്പൊ ഇത്തരത്തിൽ വലിയ കൊള്ളയാണ്. ഞങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ കൊള്ളയടിച്ചോ? ആളുകൾക്ക് നേരിട്ട് സ്വന്തമായി വീട് പണിയാൻ താല്പര്യമുള്ള ആളുകളെ അതിന് തടസ്സപ്പെടുത്താൻ പാടില്ല. അവർക്ക് സ്വന്തമായി പണിയാനുള്ള അവകാശമുണ്ട്, അത് ചെയ്യണം. ഇവിടെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ്, പഞ്ചായത്തിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ, അതിന്റെ പ്രവർത്തനം മാന്യമായിട്ടാണോ നടക്കുന്നത്? ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഇതിനു മുമ്പ് സൂചിപ്പിച്ച തൊഴിലുറപ്പ് പദ്ധതി, ഒരു മസ്റ്റോളിന്റെ അകത്ത് 150 പേരെ ഒരു മസ്റ്റോളിൽ രേഖപ്പെടുത്തിയിരിക്കുക. 2 കിലോമീറ്റർ നടന്നു വന്ന് രാവിലെ 9 മണിക്ക് ഫോട്ടോ എടുക്കണം. ഉച്ചയ്ക്ക് വൈകുന്നേരം അതേപോലെ 4 മണിയാവുമ്പോ 2 മണിയാവുമ്പോ 2 കിലോമീറ്റർ നടന്നു വന്ന് ഫോട്ടോ എടുക്കുന്ന രൂപത്തിലേക്ക് ഈ പദ്ധതി ഡിസൈൻ ചെയ്തിരിക്കുന്ന ആരെ നന്നാക്കാൻ വേണ്ടിയാണ്? എന്തിനാണ് അങ്ങനെ ചെയ്തത്? എന്താണ് പഞ്ചായത്ത് ഈ കാര്യത്തിനകത്ത്? ഇത് പ്രത്യേക ചില ഏരിയയിൽ മാത്രമാണ്. ചില വാർഡുകളിൽ ഫോട്ടോയും എടുക്കണ്ട, ചില വാർഡുകളിൽ ഒപ്പുവിടണ്ട, ചില വാർഡുകളിൽ ഈ കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ മുഴുവൻ ആളുകൾക്ക് മസ്റ്റോളിൽ പേര് കയറും. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ മെമ്പർമാരുള്ള വാർഡുകളിൽ തൊഴിലുറപ്പ് പദ്ധതിക്കകത്ത് യാതൊരു പ്രശ്നവുമില്ല. ഇടതുപക്ഷ മെമ്പർമാരുള്ള സ്ഥലങ്ങളിൽ ആളുകളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് ആ വാർഡിലെ ജനങ്ങളെ മെമ്പർക്കെതിരായി തിരിച്ചുവിടാൻ ആവശ്യമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മിനി MCF പണിതു. ആ മിനി MCF പണിതപ്പോ കാന്തല്ലൂർ പഞ്ചായത്തിൽ മിനി MCF 49,000 രൂപയാണ് ഒരു മിനി MCF പണിത്. മറയൂർ പഞ്ചായത്തിൽ ആ മിനി MCF അതേ അളവിലുള്ള മിനി MCF പണിതപ്പോ 65,000 രൂപയാണ്. അത് എങ്ങനെയാണ് ഈ ഒരു പാലത്തിന്റെ അപ്പുറം 4 കിലോമീറ്റർ മാറുമ്പോ ഇരുമ്പിന്റെ വിലയും അത് പണിയുന്ന ആളുകളുടെ തച്ചും ഇതിന്റെ എസ്റ്റിമേറ്റും മാറുന്ന എങ്ങനെയാണ്? കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയണ്ടേ? എങ്ങനെയാണ് പാലത്തിന്റെ അപ്പുറം ചെല്ലുമ്പോ 49,000 രൂപയും പാലത്തിന് ഇപ്പുറം വരുമ്പോ 65,000 രൂപയാവുന്നത്? എന്ന് പറഞ്ഞാൽ ഏത് പദ്ധതി എടുത്താലും അതിനകത്തെല്ലാം വലിയ നിലയിലുള്ള കൊള്ളയാണ്. ഈ കൊള്ള നടത്താൻ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കരുത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ചില അനുഭവങ്ങളുണ്ട്. ഇപ്പോ ഇവിടെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം വന്നാൽ ജനപ്രതിനിധികൾ കൈ കഴുകിയിട്ട് പോകും. പഞ്ചായത്ത് സെക്രട്ടറി കേൾക്കാൻ കൂടിയാണ് പറയുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി ഇരിക്കുന്ന സ്ഥലം തന്നെ
യഥാർത്ഥത്തിൽ പുറമ്പോക്കിലാണ് മറയൂർ പഞ്ചായത്തിന്റെ സെക്രട്ടറി ഇരിക്കുന്നത് എന്ന കാര്യം വിസ്മരിക്കരുത്. മറയൂർ പഞ്ചായത്ത് സെക്രട്ടറി ഇരിക്കുന്നത് എവിടെയാ? PWD റോഡിലാണ്. ആ കസേര ഇരിക്കുന്ന സ്ഥലം കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മതി. PWD റോഡിൽ ഇരിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി ഇവിടുത്തെ പാവപ്പെട്ടവന്, സാധാരണക്കാരന് ലൈഫിൽ വീട് വെക്കാൻ വേണ്ടി വന്നാൽ അവന് പെർമിഷൻ കൊടുക്കില്ല. അതിന് പെർമിഷൻ കൊടുക്കില്ല. എന്നാൽ പണമുള്ള ആളുകൾക്ക് എന്ത് കെട്ടിടം പണിയെങ്കിലും നിർമ്മിക്കാം, യാതൊരു തടസ്സവുമില്ല. ഇത് ഏത് നീതിയാണ്, ഏത് നിയമമാണ്? ഇത് നിങ്ങളുടെ നാട്ടിലെ ജനങ്ങളോട് പറയണം. കോൺഗ്രസിന്റെ നീതി ഏതാണ്? ഇവിടെ കോൺഗ്രസിന് ഇഷ്ടപ്പെട്ട ആളുകൾ കെട്ടിടം പണിതാൽ അപ്പം നമ്പർ കൊടുക്കും, പണി പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്പർ കൊടുക്കും. കോൺഗ്രസിന് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായാൽ ആ കെട്ടിടത്തിന് നമ്പർ കിട്ടണമെങ്കിൽ തപസ്സിരിക്കേണ്ടി വരും. തപസ്. ഇവിടെ സാൻഡൽ ബ്രീസ് ഹോട്ടലുണ്ട്. ആ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി 6 മാസം കഴിഞ്ഞിട്ടും ആ കെട്ടിടത്തിന് പെർമിറ്റ് കൊടുക്കില്ല. മറയൂർ പഞ്ചായത്തിന്റെ വാതുക്കെ നേരെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി 6 മാസക്കാലം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ചെറുപ്പക്കാർ, അവർക്ക് ആ കെട്ടിടത്തിന്റെ പെർമിറ്റ് കൊടുക്കാതെ, നമ്പർ കൊടുക്കാതെ സ്ഥാപനം തുറക്കാൻ കഴിയാതെ 6 മാസക്കാലം നടന്നു. നിങ്ങളിപ്പോ നോക്ക്, മറയൂരിൽ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് നമ്പർ കൊടുത്തു. ഏത് നിയമം വെച്ചിട്ടാണ് നിങ്ങൾ നമ്പർ കൊടുത്തത്? ഏത് നിയമം, ഏത് മാനദണ്ഡ പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറി എങ്ങനെയാണ് നമ്പർ കൊടുത്തത്? ഇതൊന്ന് വിശദീകരിക്കാവോ നാട്ടിലോട്? നിങ്ങൾ ഞങ്ങളോട് പറയണ്ട. കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം നിങ്ങളുടെ മണ്ഡലം കമ്മിറ്റി കൂടുമ്പോൾ നിങ്ങളുടെ മണ്ഡലം കമ്മിറ്റിയിലുള്ള ആൾക്കാരെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തണം. നിങ്ങൾ എങ്ങനെയാണ് മറയൂർ പഞ്ചായത്തിൽ ഈ കെട്ടിടത്തിന് നമ്പർ കൊടുക്കുന്നത്? എത്ര ലക്ഷം രൂപയാണ് ഒരു പെർമിറ്റ്? ഒരു പെർമിറ്റിന് 5 ലക്ഷം രൂപ വരെ മേടിച്ചിട്ട് പെർമിറ്റ് കൊടുത്ത കെട്ടിടം ഇവിടെ ഉണ്ട്. മറയൂർ പഞ്ചായത്തിൽ അനധികൃതമായി പണിയുന്ന മുഴുവൻ കെട്ടിടങ്ങൾക്കും ലക്ഷക്കണക്കിന് பஞ்சாயத்து பிரசிடன்ட் போட்டோட அடிப்படையில இவங்களே போயிட்டாங்க. அதெல்லாம் சொல்லி முடிச்சாங்க. ஆனா நீங்க சிந்திச்சு பார்க்கிற மறையூர் கிராம பஞ்சாயத்துல நரசபையோட ஆளுகள், நீங்க காங்கிரஸ் கட்சியார் கொடுங்க, 30 ஓட்டு உரப்பீங்க, 20 ஓட்டு உரப்பிச்சு வைங்க. ஆனா மறையூர் பஞ்சாயத்துல வருஷ காலங்களாக, ஆண்டாண்டு காலமாக ஒரே குடும்பத்துல 3-4 குடும்பம் இருக்கிறது உங்களுக்கு தெரியலையா? உங்களுக்கு ஒரு மனசாட்சி இல்லையா? அது பிரத்யேகிச்சு கம்யூனிஸ்ட்காரர்கள் மட்டும் பார்த்து வெட்டுறது. இப்போ இதை சொன்னாங்க, இந்த போராட்டத்தில் பங்கெடுத்து நாங்க முன்னாள் அந்த போராட்டம் தீர்மானிச்சு போன்ல கூட ஒரு அறிவிப்பு கொடுத்தோம். இவ்வளவு ஆளுங்க முன்னாடி பஞ்சாயத்து முன்னாடி எடுத்து உட்காந்துருக்காங்க. ஒரு காரியம் நான் சொல்றேன், மறையூர்ல காங்கிரஸ் கட்சி மட்டும் சொல்றதை கேட்கக்கூடிய ஆளுகள் அல்ல. 2016 பஞ்சாயத்து தேர்ந்தெடுப்பு நீங்க ஒண்ணு ஓரப்படுத்த நல்லா இருக்கும். பழைய மூடார்ல ஸ்கூல்ல ஓட்டணும் போது மறையூர் காங்கிரஸ் மண்டல பிரசிடண்ட் கையும் காலை வரைச்சது ஒண்ணு ஓரம் இருக்கணும். உங்களுக்கு வெறும் 16 ஓட்டு தான் இடதுசாரியுடைய பஞ்சாயத்து அன்னைக்கு போச்சு. 2015 5 மெம்பர்மார் இடதுசாரியுடைய மெம்பர்மார் ஜெயிச்சாங்க. நீங்க எப்படி ஜெயிச்சிருக்கக்கூடிய கோட்டையில ஏஐடிஎம்கே ஜெயிச்சு போயிடுச்சு. அப்ப மறையூர் பஞ்சாயத்தை பொறுத்தளவுல காங்கிரஸ் கட்சி மட்டும் ஓட்டு போடக்கூடிய ஆளுகள் அல்ல, இடதுசாரிகளுக்கு ஓட்டு போடக்கூடிய ஆளுகள் இருக்காங்கன்னு சொல்லி நீங்க மனசாக்கணும். அந்த 5 மாரை ஜெயிப்பிச்சது எப்படின்னு உங்களுக்கு தெரியும். இப்போ ஏரியா செக்ரட்டரி பேசும்போது சொன்னாரு, மறையூர் கிராம பஞ்சாயத்து ஆபீஸ் முன்னாடி தொழிலாளிகளுக்கு அவங்க கொண்டு வரக்கூடிய ஆயுதங்களுக்கு 4 ரூபா வாடகை இருக்கு. அந்த வாடகை கொடுக்கணும் சொல்லி 51 நாள் போராட்டம் நடத்த சரித்திரம் எங்களுக்கு இருக்கு. அது மறந்துடக்கூடாது. நீங்க செய்யற காரியம் மறைவில்ல, அராஜகம். பஞ்சாயத்து பிரசிடன்ட் வைஸ் பிரசிடன்ட் மட்டும் எடுக்கக்கூடிய தீர்மானம். இங்க நிறைய பேர் பேசுறாங்க, எல்லாரும் நாங்க அனுமதிக்காங்க சொல்லல. எல்லா பஞ்சாயத்து மெம்பர் மாதிரி இன்னைக்கு நேர்மையான பஞ்சாயத்து மெம்பர் மறைவில் இருக்காங்க காங்கிரஸ்ல. அவங்களுக்கு மக்களுக்கு வேண்டி சேவை செய்யக்கூடிய ஆளுங்களா இருக்காங்க. நாங்க லிஸ்ட் ஆயிட்டு நானும் சீனியர் அடக்கம் கிராம சபை ஆபீஸ்க்கு போகும்போது எங்களுடைய பார்ட்டி மெம்பர் அங்க இருக்கக்கூடிய பல்லநாட்டுல ஒரு வார்டு பிரசிடன்ட் கூட எகிரி கிடக்கும். வார்டு பிரசிடன்ட் யாரு அதிகாரம் கொடுத்தது? இங்க எல்லாரும் பேசுறாங்கல்ல, இடதுசாரி சர்க்கார்
மறையூர் பஞ்சாயத்து போடுற பிச்சை. இடதுசாரி என்னைக்கு கேரளத்தில் ஆட்சி இருந்திருக்கோ அன்னைக்குதான் காங்கிரஸ் தலைவர் நல்ல வெள்ள சட்டை போட்டு வரணும். இல்லன்னு சொல்ல முடியுமா? அதுக்கு முன்னாடி என்ன வரணும் இருந்துச்சு? எத்தனை பேருக்கு பென்ஷன் கொடுத்தீங்க? எத்தனை பேருக்கு வீடு கொடுத்தீங்க? எத்தனை பேருக்கு இடம் கொடுத்தீங்க? ஒரு சுற்றும் சுண்ணாம்பு கொடுக்கல. இந்த 8 வருஷ காலமாக தான் இடதுசாரி கேரளத்தில் பினராயி சர்க்கார் இருக்கும்போது காலகட்டத்தில் தான் ஆயிரக்கணக்கான வீடுகள், அந்த வீடுகளை மறையூர் பஞ்சாயத்தை வியாபாரம் பண்ணிட்டு இருக்கீங்க. நீங்க லைஃப் போன பத்தி மறையூர் பார்க்கறீங்க. இந்த செம்மங்குடியில் இப்ப இல்லாத என் கூட வண்டியில திருப்பூர்ல இருக்கிறவங்களுக்கு, சேலத்துல இருக்கிறவங்களுக்கு, மதுரையில கட்டி கொடுத்தவங்களுக்கு வீடு. மறையூர் பஞ்சாயத்துல வருஷம் வருஷம் குடியிருக்கிறவங்களுக்கு வீடு இல்ல, வாடகைக்கு ஒத்திக்கி கொடுத்துட்டு போயிருக்கான். அதெல்லாம் ஓட்டு பங்கு. நீங்க பஞ்சாயத்து தேர்தலில் நிற்கும் போது நீங்க போன் பண்ணா உங்களுக்கு வந்து ஓட்டு போடக்கூடிய ஆளுகளுக்கு செஞ்சிருக்கீங்க தவிர இங்க இருக்கக்கூடிய பாவப்பட்ட ஆளுகளுக்கு செய்யற கொடுக்கிறது எல்டிஎஃப் சர்க்காரு. மறையூர் பஞ்சாயத்து வந்தா நாங்க மறையூர் பஞ்சாயத்து தான் கொடுத்தோம். நாங்க கேட்கும்போது வைஸ் பிரசிடன்ட் சொல்றாரு, பஞ்சாயத்து பிரசிடன்ட்க்கு எல்லா வார்டுக்கு போறதுக்கு அதிகாரம் இருக்கு. இல்லன்னு சொல்லல. பஞ்சாயத்து பிரசிடன்ட் எல்லா வார்டையும் இடப்படுறதுக்கு அதிகாரம் இருக்கு, வைஸ் பிரசிடன்ட் அதிகாரம் இருக்கு. அதே நேரத்துல அந்த வார்டுகளில் உள்ள மெம்பர்மார் உங்களை மாதிரி ஓட்டு வாங்கி ஜெயிச்சு வந்தாலும் அதை எனக்கு சிந்திக்கணும். நீங்க 20 ஓட்டு ஜெயிச்சு வந்தீங்கன்னா எந்த மெம்பர்மார் 100 ஓட்டு வித்தியாசம் ஜெயிச்ச மெம்பர்மார் இருக்காங்க, அவங்களே நீங்க மெம்பர்மார் அங்கீகரிக்கணும். இல்லன்னு சொன்னால் இதெல்லாம் போராட்டம். இனி மறையூர் பஞ்சாயத்து போராட்டத்துக்கு நாளா இருக்கும். நீங்க ஒரு சந்தேகம் மாட்டா உங்களுக்கு. எல்லாத்திலும் அனுமதி, வீடு கொடுத்த அனுமதி, கட்டில் கொடுத்த அனுமதி, எல்லாத்திலும் அனுமதி. பென்ஷன் ஒரு மாசம் வரலன்னு சொன்னா அது பினராயி சர்க்காருக்கு தலையில. பினராயி சர்க்கார் பென்ஷன் கொடுக்கல, நிறுத்திடுச்சு. இவங்களுக்கு எத்தனை பேர் கொடுத்தாங்க? நீங்க எத்தனை பேர் கொடுத்தீங்க? எத்தனை மாசம் குடிச்சிருந்துச்சு? இன்னைக்கு ஓட காலகட்டங்கள்ல ஒரு வீட்டுல 2 பேர் பென்ஷன் வாங்கினால் 4800 ரூபாய். சும்மா இல்ல, ஒரு வீட்டுக்கு ஒரு ஆளுக்கு 4800 ரூபாய் பணம் வந்தது. எல்டிஎஃப் சர்க்கார் கொடுத்தது. அதெல்லாம் சொல்ல மாட்டாங்க. இப்போ கொஞ்சம் ஆளுக்கு பினராயி ராஜி வைக்கணும், பினராயி ராஜி வைக்கணும். இவங்க சொன்ன உடனே சாயந்தரம் 4 மணிக்கு ராஜி வைக்கிற பினராயி இருக்காங்க. 4 மணிக்கு உங்களுக்கு பஞ்சாயத்துல அதிகாரம் கொடுத்திருக்கு மக்கள், பரணத்துக்கு. ஆனால் நீதிபூர்வமான பரணமா இருக்கணும், பச்சைமாக உள்ள பரணம் இருக்கக்கூடாது. வார்டுகள் பிரிச்சு, ஆளுகள் பிரிச்சு, கம்யூனிஸ்ட் காங்கிரஸ் பிரிச்சு வச்சு ஆளுகளுக்கு நீங்க வீடு கொடுக்கீங்க. எத்தனை பாவப்பட்ட ஆளுகள். நான் முதல்ல சொன்னது வீடும் இடமும் இல்லாம இன்னைக்கும் உடஞ்சி வீட்டுல, ஒழுகுற வீட்டுல இருக்கக்கூடிய 100 கணக்கான ஆளுகள் இருக்காங்க. அவங்க பரிகரிங்க. நீங்க கம்யூனிஸ்ட் மட்டும் கொடுக்கணும் சொல்லல. கம்யூனிஸ்ட் எப்படி வாங்கணும் ஒரு சரித்திரம் இருக்கு. இப்போ அங்க ரமேஷ் உட்கார்ந்து பார்த்து எல்சி 9 ஒரு கிராம சபை தான்.